എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയുടെ സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ലേഡീസിലുള്ള ഓർഗാസം അല്ലെങ്കിൽ രതിമൂർച്ചയെക്കുറിച്ചിട്ടാണ്. യഥാർത്ഥത്തിൽ സ്ത്രീകൾ ഇത്തരത്തിൽ രതിമൂർച്ച അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ഓർഗാസം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടോ? നമ്മൾ അധികം ഡിസ്കസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഒരുപാട് തെറ്റിദ്ധാരണകൾ കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ പലർക്കും ഇതിനെപ്പറ്റി വലിയൊരു ഐഡിയ ഇല്ല. ലേഡീസിൽ തന്നെ ഒരുപാട് സംശയങ്ങളുണ്ട്. അവർ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതുപോലെ ഒരു ഓർഗാസം തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അനുഭവപ്പെട്ടിട്ടില്ല, തൻ്റെ ഒരു ദാമ്പത്തിക ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഫീലിംഗേ തോന്നിയിട്ടില്ല, ഒരു കുട്ടിയൊക്കെ ഉണ്ടായി പക്ഷേ അത്തരത്തിലൊരു സെക്ഷൽ ഫീലിംഗ് ഒരിക്കലും ഉണ്ടായില്ല എന്ന കേസൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ഒരുപാട് ധാരണകൾ, ഒരുപാട് ചോദ്യങ്ങൾ കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ലേഡീസിലെ ഓർഗാസം, അങ്ങനെ ഒരു പോയിന്റ് ഉണ്ടോ, അങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. എന്താണ് ഓർഗാസം എന്നുള്ളത് ആദ്യം തന്നെ പരിചയപ്പെടാം. അതിന് മുമ്പായിട്ടൊരു കാര്യം പറയാം. ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾക്ക് വിയേർഡായി തോന്നുന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് വീഡിയോ നിർത്തുന്നതായിരിക്കും നല്ല. അല്ലാണ്ട് വീഡിയോ മൊത്തം കണ്ടിട്ട് ചുമ്മാ തെറി വിളിക്കുന്നതിനേക്കാൾ ഉപരി ഇവിടെ വെച്ച് തന്നെ നിർത്തുന്നതാണ് ഏറ്റവും ഒരു മാന്യമായിട്ടുള്ള പരിപാടി എന്ന് പറയുന്നത്. അതാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന കാര്യമാണ്. മറ്റ് ഒരുപാട് ഫാക്ട്സുകൾ അത് ഇത് എന്നെല്ലാം വെച്ച് നമ്മൾ പഠിക്കുന്നതിനേക്കാൾ ഉപരി നമ്മുടെ ജീവിതത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നെക്സ്റ്റ് ജനറേഷൻ ഉണ്ടാവുക. അതുപോലെ സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ, നമ്മുടെ പാർട്ണർഷിപ്പ്, ഒരു എന്താ പറയുക ദാമ്പത്യ ജീവിതത്തിലൊക്കെ ആ ഒരു സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതും നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഓപ്പൺ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. ഇത് വിയേർഡ് ആയിട്ടൊന്നും തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ കാര്യങ്ങളൊക്കെ എന്താ പറയുക, നമ്മൾ ഡെയർ ടു ടോക്കിൻ്റെ 20ാമത്തെ എപ്പിസോഡാണ്. അവിടെ ആ ഒരു ധൈര്യപൂർവ്വം തന്നെ കാര്യങ്ങളൊക്കെ നൈസായിട്ട് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അല്ലാണ്ട് വിയേർഡ് ആയിട്ടൊന്നും തിങ്ക് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയില്ല എന്ന് ആദ്യം തന്നെ പറഞ്ഞേക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നോക്കാൻ പോണത് എന്താണ് ഈ ഓർഗാസ് എന്ന് പറയുന്ന കാര്യമാണ്. ഓർഗാസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ രതിമൂർച്ച എന്ന് പറയും. അതായത് ഈ ഒരു സെക്സ് ചെയ്യുമ്പോൾ ഒരു അൾട്ടിമേറ്റ് ഫീലിംഗ് ഉണ്ടാവുക, ഒരു ക്ലൈമാക്സ് ഫീലിംഗ്, ഒരു സെക്സിൻ്റെ ക്ലൈമാക്സ് ഫീലിംഗ് ആണ് യഥാർത്ഥത്തിൽ ഈ ഒരു ഓർഗാസം അല്ലെങ്കിൽ രതിമൂർച്ച എന്ന് പറയുന്നത്. പുരുഷന്മാർ അത് കുറച്ചും കൂടി സിമ്പിളാണെന്ന് പറയും, സ്ത്രീകൾ കുറച്ചും കൂടി കോംപ്ലിക്കേഷൻ ആണ് എന്നൊക്കെ പറയാറുണ്ട്. സിമ്പിൾ എന്ന് പറയുമ്പോൾ അവർക്ക് ആ ഒരു ഇജാക്കുലേഷൻ സംഭവിക്കുമ്പോൾ ആ ഒരു സെമൻ പുറത്തേക്ക് പോകുമ്പോൾ ആ ഒരു പുരുഷന് പെട്ടെന്ന് തന്നെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ, ഒരു പ്ലഷർ ഫീലിംഗ് അവനുണ്ടാവും. പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ച് അതിന് കുറച്ചധികം കാര്യങ്ങളുണ്ട്. അത്തരത്തിലൊരു ഇജാക്കുലേഷൻ എന്ന് പറഞ്ഞ സംഭവമില്ല, അവിടെ സെമൻ പോലെ ഒരു സംഭവം പുറത്തേക്ക് വരുന്ന അങ്ങനെ ഒരു സംഭവമില്ല. പക്ഷേ സ്ക്വിറ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു മ്യൂക്കസ് സംഭവം വരുന്നുണ്ട്. അതിൻ്റെതായ കാര്യങ്ങളുണ്ട്, നമുക്ക് അതൊക്കെ നോക്കാം. അപ്പോൾ അത് വരുമ്പോഴാണോ ഇനി അവർക്ക് ഏറ്റവും ആ ഒരു എന്താ പറയുക സംതൃപ്തി ഉണ്ടാകുന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ടാവും. അതൊക്കെ നമുക്ക് വഴിയേ പറയാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സ്ത്രീകളിൽ ആ ഒരു ഫീലിംഗ് ഉണ്ടാകുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഉണ്ട്. അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട്. അവർക്ക് ഒരു അൾട്ടിമേറ്റ് ഫീലിംഗ്, സെക്സ് ചെയ്യുമ്പോൾ ഒരു ക്ലൈമാക്സ് ഫീലിംഗ്, അവർക്കൊരു മാക്സിമം ആനന്ദം ലഭിക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. അതിനെയാണ് നമ്മൾ ഓർഗാസം എന്ന് പറയുന്നത്. ആ ഒരു സമയത്ത് എന്തൊക്കെ സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ മസിൽസ് കൺട്രാക്ട് ചെയ്യും, കൂടുതൽ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവും, ഹാർട്ട് ബീറ്റ് കൂടും, അതുപോലെ ബ്രീത്ത് കൂടും, ചില വെർബൽ സൗണ്ടുകൾ ഉണ്ടാവും, പിന്നെ അങ്ങനെ കുറേ മാറ്റങ്ങൾ. പിന്നെ ബ്രെയിനിലാണെങ്കിൽ ചില ഹോർമോൺസുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടും, ഡോപ്പാമിൻ്റെ ആക്ഷൻ ഉണ്ടാവും. അതൊക്കെ കൊണ്ട് തന്നെ ഒരു മാക്സിമം പ്ലഷർ ഫീലിംഗ്, ഒരു സ്ട്രെസ് റിലീസിങ് ഫീലിംഗ്, ഒരു ആണിൽ ഉണ്ടാകുന്ന പോലെ തന്നെ അത്തരത്തിലൊരു ഫീലിങ്സ് ഒക്കെ അവരിലും ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്ന ഒരു കാര്യം എന്നുള്ളത്. അപ്പം ആക്ച്വലി ഓർഗാസം എന്ന് പറയുന്നത് അവരിൽ ഓർഗാസത്തിൻ്റെ കേസിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ അതെങ്ങനെ സംഭവിക്കുന്നു, എവിടെ ചെയ്ത് കഴിഞ്ഞാൽ, എന്ത് ചെയ്ത് കഴിഞ്ഞാലൊക്കെ സംഭവിക്കുന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ്. ഇത് ഞാൻ പറയുമ്പോൾ ചില സ്ത്രീകൾ പറയുന്നുണ്ടാവും അവരുടെ ജീവിതത്തിൽ ഇതുവരെ ഇത്തരത്തിലൊരു ഫീലിംഗ് അനുഭവിക്കാനേ പറ്റിയിട്ടില്ല. അവർ ദാമ്പത്യ ജീവിതത്തിൽ വലിയൊരു പക്ഷം അവർ സെക്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ അത്തരത്തിലൊരു സാറ്റിസ്ഫാക്ഷൻ അനുഭവിക്കാനേ പറ്റിയിട്ടില്ല. ജസ്റ്റ് യാന്ത്രികമായിട്ട് ഇതെല്ലാം സംഭവിച്ചു പോയി, ഒരു കുട്ടിയൊക്കെ ഉണ്ടായി, അങ്ങനെ ഉണ്ടായി, ഇങ്ങനെ ഉണ്ടായി എന്നൊക്കെയുള്ള പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. പക്ഷേ അത് എന്തുകൊണ്ട് എന്നുള്ളത് വലിയൊരു മിസ്റ്ററി ഒന്നും അല്ല. സംഭവങ്ങൾ ആ ആണിനെ സംബന്ധിച്ചും പെണ്ണിനെ സംബന്ധിച്ചും വലിയൊരു ഐഡിയ ഇല്ലാത്തതിൻ്റെ പ്രശ്നം കൊണ്ടാണ് അത്തരത്തിലൊരു സാറ്റിസ്ഫാക്ഷൻ യഥാർത്ഥത്തിൽ ആ ലേഡിയെ സംബന്ധിച്ച് കിട്ടാതെ പോയത് എന്നുള്ളതാണ്. അതിനുള്ള കാരണങ്ങളൊക്കെ നമുക്ക് പറയാം. അത് പറയുന്നതിന് മുമ്പായിട്ട് വേറൊരു കാര്യം പറയാനുള്ള വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിനിമകളെ കുറിച്ച് പറയണം. സിനിമകളിൽ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് ആദ്യരാത്രി സീനുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ലേറ്റ് അണയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ലേറ്റ് അണയ്ക്കുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്, തൻ്റെ പാർട്ണറിന് എന്താണ് തോന്നുന്നത്, അവളുടെ എക്സ്പ്രഷൻ എന്താണ്, അവിടെ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്, ഇതൊന്നും എന്താ പറയുക മറ്റേ ഓപ്പോസിറ്റ് ആണ് കാണുന്നില്ല എന്നുള്ളതാണ്, ആ ഒരു ഭർത്താവ് കാണുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അവൾക്ക് സാറ്റിസ്ഫൈ ആവുന്നുണ്ടോ എന്നുള്ളതൊന്നും അറിയില്ല, ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ഇതൊക്കെ തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു പ്രശ്നത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത്. പെൺകുട്ടിയെ സംബന്ധിച്ച് ഇതുവരെ അത്തരത്തിലൊരു സുഖം അനുഭവിക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറയാനുള്ള കാരണം ഈ ഒരു റീസണൊക്കെ തന്നെയാണ്. മെയിനായിട്ട് ഈ ഒരു ലേറ്റ് അണയ്ക്കുന്നു, അവർ ആ ഒരു പാർട്ട്ണറിന് എന്തൊക്കെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത്, ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല. അതൊക്കെ തന്നെയാണ് വലിയ രീതിയിലുള്ള പ്രശ്നം. അതെന്തുകൊണ്ടാണ് എന്താണെന്നുള്ളതൊക്കെ നമുക്ക് വഴിയെ പറയാവുന്നതാണ്. അപ്പം ഈ ഒരു സംഭവം, ഈ ഒരു ഓർഗാസം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു അൾട്ടിമേറ്റ് ഫീലിംഗ് ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഈ ഒരു ഫോർ പ്ലേ എന്ന് പറഞ്ഞ സംഭവത്തിൻ്റെ ആവശ്യകതയുണ്ട്. ഇപ്പോൾ പുരുഷനെ സംബന്ധിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് അവർക്ക് ആ ഒരു ഉദാഹരണം വരും. അപ്പോൾ എന്തെങ്കിലും ചെറിയൊരു മോട്ടീവ് മതി, ചിലപ്പോൾ എന്തെങ്കിലും ശബ്ദം കേട്ട് കഴിഞ്ഞാലോ, ചിലപ്പോൾ എന്തെങ്കിലും അങ്ങനെ പല റീസൺസ്, ചിലപ്പോൾ എന്തെങ്കിലും ചിന്ത വന്നാലോ, ചിലപ്പോൾ എന്തെങ്കിലും ഫോട്ടോ കണ്ടാലോ, അങ്ങനെയൊക്കെ
ആണെങ്കിൽ അവർക്കൊരു എന്താ പറയുക സെക്ഷൽ ഉദ്ദീപനം പെട്ടെന്ന് ലഭിക്കും, ഉദാഹരണം ലഭിക്കും, അവർ സെക്സിന് വേണ്ടി കേപ്പബിൾ ആയിരിക്കും. പക്ഷെ ഒരു സ്ത്രീയെ സംബന്ധിച്ച് അത് അങ്ങനെയല്ലായിരിക്കും എന്നുള്ളതാണ്. അവർക്ക് മുൻകാല എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഇപ്പോൾ ഒരു മാരേജ് കഴിഞ്ഞ് വരികയാണെങ്കിൽ അവർക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല, ആങ്സൈറ്റി പ്രശ്നങ്ങളുണ്ട്, ഇതെല്ലാം കൂടിയിട്ട് അവർ വരുമ്പോൾ ഈ പുരുഷനെ സംബന്ധിച്ച് അവൻ ചിലപ്പോൾ മാസ്റ്റർബേറ്റ് ചെയ്യാൻ വേണ്ടി വീഡിയോസ് കണ്ടതിൻ്റെ മൈൻഡ് ഇന്ത്യയൊക്കെ പരിചിതമായിട്ട് ഒരു പ്രോ പ്ലെയറിനെ പോലെ അവൻ വന്ന് ആക്ട് ചെയ്തിട്ട് അവൻ ചെയ്തു പോവുകയും ചെയ്യും. അപ്പോൾ അവന് ഈസി ആയിട്ട് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ലഭിക്കും. ഈ ലേഡിയെ സംബന്ധിച്ച് സാറ്റിസ്ഫാക്ഷൻ ലഭിക്കില്ല. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ആ ഒരു സെക്സ്വൽ ഉദ്ദീപനം ലഭിക്കേണ്ടതിൻ്റെ ഒരു ടൈം ഗ്യാപ്പ് അവിടെ കിട്ടുന്നില്ല. അതിന് മുമ്പേ തന്നെ ഈ ഒരു പുരുഷൻ ഇതെല്ലാം ചെയ്തിട്ട് കടന്നു പോവുകയും ചെയ്യുന്നു. ഇതാണ് മോസ്റ്റ് ഓഫ് ദ കേസിലും അവർക്ക് സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നില്ല എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു സാറ്റിസ്ഫാക്ഷൻ ലഭിക്കണമെങ്കിൽ ഫോർ പ്ലേ എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ പ്ലേനെ കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എങ്കിലും ഫോർ പ്ലേനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു മാക്സിമം ഓർഗാസം ലഭിക്കുന്നതിന് മുമ്പായിട്ട് അവർക്ക് ആ ഒരു ഉദ്ദീപനം ലഭിക്കാൻ വേണ്ടിയിട്ട്, ഈ ഒരു സെക്ഷൽ മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ ഫോർ പ്ലേയിൽ ഉൾപ്പെടുന്നത്. അതിപ്പം ചിലപ്പോൾ എന്താ പറയുക, ക്ലിറ്റോറിസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. നമ്മളിപ്പോൾ മെയിൽസിൻ്റെ റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ പെനിസിൻ്റെ കേസൊക്കെ പറയും. ആ ഒരു സെക്ഷൽ ഉദ്ദീപനത്തിന് വേണ്ടി പെനിസാണ് ആ ഒരു ഇതിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ മറ്റേ സ്ത്രീകളിലാണെങ്കിൽ അത്തരത്തിലൊരു കാര്യങ്ങളെക്കുറിച്ചൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്യാറില്ല. പക്ഷേ ക്ലിറ്റോറിസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്, ഒരു മിനി പെനിസ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പോൾ അവരുടെ ആ ഒരു വജിനൽ ട്രാക്റ്റിൻ്റെ എല്ലാം മുകളിലായിട്ട് ചെറിയൊരു സംഭവം, ഒരു തടിപ്പ് പോലെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഒരു പെനിസ് പോലെ തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. അവിടെ ടച്ച് ചെയ്യുമ്പോൾ അവർക്ക് ഒരു സെക്ഷൽ ഉദ്ദീപനം ലഭിക്കുന്നുള്ളതാണ്. അതുപോലെ തന്നെ അവരുടെ വജിനൽ ട്രാക്റ്റിൽ അപ്പർ പോർഷൻസിലൊക്കെ ടച്ച് ചെയ്യുമ്പോൾ ഒരു ഫീലിംഗ് ഉണ്ടാകും. നമ്മളിപ്പോൾ ജി സോൺ എന്ന് പറഞ്ഞില്ലേ, ജി സ്പോട്ട് എന്ന് പറയുന്നതിലുപരി ജി സോൺ എന്ന രീതിയിൽ നമ്മൾ ജി സ്പോട്ടിനെ കുറിച്ച് ചെയ്ത വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ടച്ച് ചെയ്യുമ്പോൾ, അതുപോലെ ബ്രസ്റ്റിൻ്റെ പോർഷൻസിൽ നിപ്പിൾ ടച്ച് ചെയ്യുമ്പോൾ, അതുപോലെ ഇയേഴ്സിൻ്റെ അടുത്ത് ടച്ച് ചെയ്യുമ്പോൾ, ബാക്ക് സൈഡിൽ ടച്ച് ചെയ്യുമ്പോൾ, പല സ്ഥലത്തും ടച്ച് ചെയ്യുമ്പോൾ അവർക്ക് ഒരു എന്താ പറയുക ഈ ഒരു സെക്ഷൽ മൂഡ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അത്തരത്തിലൊരു മൂഡ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ചെയ്യുമ്പോൾ അവർക്ക് മാക്സിമം ആ ഒരു പീക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. പലരും ഈ ഒരു രീതിയിലല്ല ചെയ്യുക, പെട്ടെന്ന് തന്നെ കാര്യത്തിലോട്ട് കിടന്ന് പെട്ടെന്ന് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ പെനട്രേറ്റീവ് സെക്സിലൂടെ വലിയൊരു ശതമാനം സ്ത്രീകൾക്കും ആ ഒരു സെക്ഷൽ ഉദ്ദീപനം ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. പലരുടെയും കംപ്ലയിൻറ്റ് അങ്ങനെയായിരിക്കും. അതുകൊണ്ട് അങ്ങനെ കംപ്ലയിൻറ്റ് ചെയ്യുന്നവരോട് പറയാനുള്ളത്, നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല, 70% സ്ത്രീകൾക്കും പെനട്രേറ്റീവ് സെക്സിലൂടെ സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അവിടെ ഈ ഒരു ഫോർ പ്ലേ ചെയ്തതിന് ശേഷം ഇത്തരത്തിലൊരു സെക്ഷൽ മെത്തേഡിലോട്ട് കടന്നു കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു പ്രോപ്പർ സാറ്റിസ്ഫാക്ഷൻ അവർക്ക് പെനട്രേറ്റീവ് സെക്സിലൂടെ ലഭിക്കത്തുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഫോർ പ്ലേയിലൂടെ തന്നെ അവർക്ക് ഒരു മാക്സിമം ഒരു ആക്റ്റീവ് മൂഡ്, ഇല്ലെങ്കിൽ ഒരു നല്ലൊരു മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഫോർ പ്ലേ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, പല പോർഷൻസുകൾ, ഇപ്പോൾ ക്ലിറ്റോറിസ് ആവട്ടെ, അതുപോലെ വജീനൽ ട്രാക്റ്റിൽ അവിടെ സ്പർശിക്കുന്നതാവട്ടെ, ഫിംഗറിങ് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്യുന്നതിലൂടെ, ബ്രസ്റ്റിനെ ടച്ച് ചെയ്യുന്നതിലൂടെ, ഇയേഴ്സിൻ്റെ പോർഷനിൽ ഇവിടെയൊക്കെ ടച്ച് ചെയ്യുമ്പോൾ, ബാക്ക് സൈഡിൽ ടച്ച് ചെയ്യുമ്പോൾ, അങ്ങനെയൊക്കെ അവർക്കൊരു മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആവുന്നതാണ്. ഇങ്ങനൊരു മൂഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവരുടെ ശരീരത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഇതുപോലെ തന്നെ മസിൽ ടൈറ്റ് ആവും. റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലൊക്കെ വരുന്ന അവിടെയുള്ള മസിൽസുകളൊക്കെ കൂടുതൽ ടൈറ്റ് ആവും, ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യും, ഹാർട്ട് ബീറ്റ് ഇൻക്രീസ് ചെയ്യും, അതുപോലെ തന്നെ അങ്ങനെയുള്ള ബ്രീത്ത് ഇൻക്രീസ് ചെയ്യും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. അതുപോലെ അവരുടെ ബ്രസ്റ്റൊക്കെ കുറച്ചും കൂടി മാറ്റങ്ങൾ സംഭവിക്കും, അവിടെയൊക്കെ അതിൻ്റെ ഷേപ്പിലൊക്കെ കുറച്ച് മാറ്റങ്ങൾ സംഭവിക്കും. അതുപോലെ അതിൻ്റെ നിപ്പിൾസിൽ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് ഇറക്റ്റ് ചെയ്ത് നിൽക്കുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യും. അങ്ങനെ കുറേ അധികം മാറ്റങ്ങൾ വരും. അവരുടെ വജീനൽ അവിടെയുള്ള സ്കിന്നുകളില്ലേ, ആ ഒരു വജീനൽ ഇതളുകൾ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അതൊക്കെ കൂടുതൽ എന്താ പറയുക സ്ട്രോങ് ആയിട്ട് ഇങ്ങനെ വിടർന്നിരിക്കുന്നതൊക്കെ ആയിട്ട് ഫീൽ ചെയ്യും. കാരണം അവർ സെക്ഷലി കേപ്പബിൾ ആണെന്നുള്ളതാണ്. പിന്നെ ചില ഗ്രന്ഥികളൊക്കെ ഉണ്ട്, ചില ഗ്ലാൻഡുകളൊക്കെ ഇതിന് ഈ വജീനൽ ട്രാക്റ്റിലുണ്ട്. അപ്പോൾ അതൊക്കെ ചില ഒരു മ്യൂക്കസ് ആയിട്ടുള്ള ലിക്വിഡ് അതാണ് ഉൽപ്പാദിപ്പിച്ച് വരുന്നത്, അത് പുറത്തേക്ക് വരും. അത് യഥാർത്ഥത്തിൽ ലൂബ്രിക്കൻ്റ് ആണ്, ഈ ഒരു സെക്ഷൽ ഇൻ്റർകോഴ്സിന് വേണ്ടി ഹെൽപ്ഫുൾ ചെയ്യുന്ന ലൂബ്രിക്കൻ്റ് ആണ്. അതുവരെ അണുവിമുക്തം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഈ ലൂബ്രിക്കൻ്റ് ഉണ്ടാകുമ്പോൾ ഈസി ആയിട്ട് ആ ഒരു ഇൻ്റർകോഴ്സ് പോസിബിൾ ആവുന്നതാണ്. അപ്പോൾ സെക്ഷലി കേപ്പബിൾ ആണ്, സെക്ഷൽ മൂഡിലോട്ട് അവർ വന്നു എന്നുള്ളത് കാണിക്കുന്ന സയൻസുകളാണ് ഇതൊക്കെ. പല മാറ്റങ്ങൾ വരുന്നുണ്ട് അവർ ശരീരത്തിൽ. അപ്പോൾ ഈ ഒരു ഫോർ പ്ലേയിലൂടെ ഇത്തരം ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ ഇൻ്റർകോഴ്സിലോട്ട് ഏർപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് മാക്സിമം പ്ലഷർ കിട്ടുന്നതാണ്. അപ്പോൾ അവർക്ക് ഇതിലോട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഇൻറ്റൻഷൻ, ഇല്ലെങ്കിൽ ഒരു സംതിങ് ഒരു ഇത് വേണം. അതാണ് ഈ ഒരു എന്താ പറയുക ഫോർ പ്ലേയിലൂടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ചില സ്ത്രീകൾ പറയുന്നുണ്ടാവും, പോൺ വീഡിയോസ് കണ്ടിട്ട് മാസ്റ്റുർബേറ്റ് ഒക്കെ ചെയ്യുമ്പോൾ അവർക്ക് കൂടുതൽ ഉദ്ദീപനം ലഭിക്കുന്നുണ്ട്, പക്ഷേ ഹസ്സുമായിട്ട് പെനട്രേഷൻ ചെയ്തിട്ട് ഇന്ന് വരെ ഒരു സാറ്റിസ്ഫാക്ഷൻ ലഭിച്ചില്ല എന്നുള്ളത്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ആ വീഡിയോസ് കാണുമ്പോൾ അവർക്ക് ആ ഒരു ട്രിഗർ ഉണ്ടാവുന്നുണ്ട്, ആ ഒരു സെക്ഷൽ ഫീലിംഗ് ഉണ്ടാവേണ്ടുന്ന, ഇല്ലെങ്കിൽ ആ ഒരു ഇതിലോട്ട് കിടക്കേണ്ടതിൻ്റെ ഫീലിംഗ് ഉണ്ടാവേണ്ടുന്ന ഒരു ട്രിഗർ അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അങ്ങനെ എന്നിട്ട് മാസ്റ്റുർബേറ്റും കൂടി ചെയ്യുമ്പോഴാണ് അവർക്ക് ആ ഒരു കുറച്ചെങ്കിലും പ്ലഷർ ലഭിക്കുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു ദാമ്പത്യ ജീവിതത്തിൽ ഈ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷനെയും ഒരു ഫോർ പ്ലേൻ്റെയും ആവശ്യകത വളരെ കൂടുതലാണ്. അതിനെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പം പുരുഷൻ്റെ കേസിൽ വെച്ചാൽ ഈസി ആയിട്ട് ആ ഒരു ഇജാക്കുലേഷനിലൂടെ സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുമ്പോൾ സ്ത്രീയെ സംബന്ധിച്ച് അത് ലഭിക്കുന്നില്ല. അപ്പോൾ അവൾക്ക് ആ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം അവിടെ സംഭവിക്കണം. അതിനുള്ള ഒരു ഫോർ പ്ലേൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ ഇതിലൂടെ പറയുന്നത്. അപ്പം പുരുഷൻ ഈസി ആയിട്ട് സംഭവിക്കുമ്പോൾ സ്ത്രീകളിലും ഈ ഒരു ഓർഗാസവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ രീതികൾ കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് ഇവിടെ പരിചയപ്പെടുത്തിയത്. അപ്പം അവരിൽ ഇത് കിട്ടും, അതിൽ ഈ ഒരു മെത്തേഡ്സ് ഒക്കെ ഫോളോ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഫോർ പ്ലേനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ തീർച്ചയായിട്ടും തന്നെ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും, എന്താണ്
ഓർഗാസം അത് രതിമൂർച്ചയാണ്, ഒരു അൾട്ടിമേറ്റ് ക്ലൈമാക്സ് ഫീലിംഗ് ആണ്, സെക്സിൻ്റെ ഒരു ക്ലൈമാക്സ് ഫീലിംഗ് ആണ്. പക്ഷേ അത് മോസ്റ്റ് ഓഫ് സ്ത്രീകൾക്ക് ലഭിക്കുന്നില്ല. അത് എന്തുകൊണ്ട് ലഭിക്കുന്നില്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞു. കാരണം നമ്മൾ ഫോളോ ചെയ്യുന്ന രീതികളുടെ പ്രശ്നങ്ങളുണ്ട്. നമ്മളത് യഥാർത്ഥത്തിൽ എന്താ പറയുക ലൈറ്റാണ് ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ അവരെന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ സംസാരിക്കേണ്ടതാണ്, ഇവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫീലിംഗ് ഉണ്ട് എന്നുള്ളത് ആ ലേഡി തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ്റെ ആവശ്യകത എല്ലാ റിലേഷൻഷിപ്പിലും തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഫോർ പ്ലേ എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിലുള്ള ഏറ്റവും വലിയ പരിമിതിയായിട്ട് വരുന്നത്. കാരണം ഓർഗാസം പലർക്കും ലഭിച്ചില്ല എന്ന് പറയുന്നതിൻ്റെ മെയിൻ കാര്യം ഈ രണ്ട് കാര്യങ്ങളും പ്രോപ്പറായിട്ട് സംഭവിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. എനിവേ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കുക. നല്ലൊരു ഡിസ്കസ് ചെയ്യാനുള്ള പ്ലോട്ടാണ് നമ്മളിവിടെ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, ഡിസ്ക്ലൈമറിലും അതുപോലെ ചാനൽ അബൌട്ടിലും കൊടുത്തൊരു കാര്യമുണ്ട്. നോർമലൈസ് ചെയ്ത് സംസാരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒരു ടോക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നിങ്ങളും ഡിസ്കസ് ചെയ്യുക, പുതിയ പുതിയ ഉത്തരങ്ങൾ കണ്ടെത്തുക, നല്ല നല്ല പോയിന്റുകൾ പറയുക, നിങ്ങളുടെ സംശയങ്ങൾ പറയുക. നമ്മൾ പുതിയ പുതിയ വീഡിയോസുകളൊക്കെ അതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോഴേ നമുക്ക് ചാനലൊക്കെ ഗ്രോ ചെയ്യുക. അതുപോലെ നമ്മൾക്കൊരു കമ്മ്യൂണിറ്റി, നമ്മളൊരു ടീം ഇവിടെ ഗ്രോ ചെയ്യുക. നല്ലൊരു ഇതിനെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വളരുന്ന, തെറ്റിദ്ധാരണകളൊക്കെ മാറ്റി വളരുന്ന ഒരു തലമുറ ഇവിടെ സൃഷ്ടിക്കപ്പെടും. അപ്പോൾ നമ്മുടെ ഫാമിലി ഇൻക്രീസ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് നേരിട്ട് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാം. നിതിൻ സ്ക്വാഡ് എന്നാണ് എൻ്റെ ID. ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ. നമ്മൾ നല്ല നല്ല വീഡിയോകൾ ചെയ്യുന്നതായിരിക്കും. അതൊക്കെ കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്തൊക്കെ മറക്കരുത്. അപ്പോൾ നിർത്തുന്നു. മറ്റൊരു വീഡിയോയിൽ വേണ്ടി കാണാൻ പറ്റുന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. ഇറ്റ്സ് മീ നിതിൻ രാജ്.